സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഒരു പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ലുലു മോളാണ് പ്ലാൻ ചെയ്തത്. മെയിൻ ഫണ്ടൂരയായിരുന്നു. ശ്രീമോളും ലച്ചുമോളും പോകുന്നുണ്ടായിരുന്നു. ശ്രീമോൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കൂടി പോകുന്നുണ്ടായിരുന്നു. ലച്ചുമോളാണെങ്കിൽ വണ്ടി കയറിയപ്പോൾ തന്നെ നല്ല ത്രില്ലിലായിരുന്നു. കൂട്ടുകാരുമൊത്ത് അവൾ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അവൾ നല്ലതുപോലെ രസിച്ചു. ശ്രീമോളാണെങ്കിൽ ഒരിടത്ത് എൻ്റെ അടുത്ത് തന്നെ അങ്ങ് ഇരുന്നു. അവൾ വലിയ താല്പര്യമൊന്നും ഇതിനോട് കാണിച്ചില്ല. ഞാനും ആദ്യമായിട്ടാണ് ലുലു മോൾ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീമോളുടെ ആ മൂഡൊക്കെ ഒന്ന് മാറി. പിന്നെ അവളും അവരുടെ കൂടെ ഡാൻസൊക്കെ കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നേരെ ട്രിവാൻഡ്രം ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. നേരെ പോയത് ഫണ്ടൂരയിലേക്കാണ് കേട്ടോ. അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യം ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ഈ റൈഡിലായിരുന്നു. ഈ കുതിരയെ കണ്ടപ്പോൾ തന്നെ ശ്രീമോൾക്ക് വലിയ ഇഷ്ടമായി. അവൾ ഉടനെ ചാടിക്കയറി. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നല്ലപോലെ എൻജോയ് ചെയ്ത് ഇതിനകത്തിരുന്നു. ശ്രീമോൾ വലിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ ചില റൈഡുകളിലൊന്നും ശ്രീമോൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഹൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവളെ എന്നെയും കയറാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ടോട്ടോ കാർ വരുന്നത് കണ്ടത്. പിന്നെ അവളൊന്നും നോക്കില്ല, ഓടി അതിലേക്ക് പാഞ്ഞു. അങ്ങനെ ശ്രീമോള് ടോട്ടോ കാറിലൊക്കെ കയറിയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു ക്യാബിനിൽ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ താരം ഇരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് കണ്ടപ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറി. പിന്നെ അതിനകത്തിരുന്ന് ഓരോ പാർട്സ് നോക്കുകയായിരുന്നു. എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രീമോള് ഹാപ്പിയായി. ശ്രീമോൾക്ക് വേറെ റൈഡിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഫോട്ടോസും വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ചെറിയ എന്തെങ്കിലും കാര്യം മതി അവൾക്ക് പെട്ടെന്ന് പിണങ്ങാനായിട്ട്. പിന്നെ കുറച്ച് സമയം എടുക്കും അതൊന്ന് മാറി കിട്ടാനായിട്ട്. എന്തായാലും അവൾ ഹാപ്പിയായി. പിന്നെ ലിച്ചുമോളാണെങ്കിൽ വളരെ ഹാപ്പി ആയിരുന്നു. കിട്ടിയ അവസരം നല്ലതുപോലെ ലിച്ചുമോൾ മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവളെല്ലാ റൈഡിലും കയറിയിരുന്നു. ഫ്രണ്ട്സുമായിട്ടൊക്കെ അവൾ നല്ല എൻജോയ്ഡ് ആയിരുന്നു. ലിച്ചുമോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടൂറൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നത്. അധികം അങ്ങനെ എങ്ങും വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ശ്രീമോളാണെങ്കിൽ വീണ്ടും ഇതിലൊക്കെ കയറി ഇരിപ്പുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും വെറുതെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. കാർഡൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ അങ്ങ് ശരിയായി. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മകളാണ് കേട്ടോ. അവളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ അവസരത്തിൽ നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യമായിട്ട് ലുലു മോൾ കാണുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീമോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ ഗെയിമിൽ കിടക്കുന്ന ഒരു പാവക്കുട്ടി വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. പിന്നെ ഒരു വിധമൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയൊക്കെ എടുത്തു.